അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. പ്രിയമുള്ളവരെ, പല ആളുകളും റവാത്തിബ് സുന്നത്തുകളെ വളരെ ലാഘവത്തോടു കൂടി കാണാൻ സാധിക്കും. അഥവാ നമസ്കാരത്തിന് ശേഷവും മുമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഓഫർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമസ്കാരം എന്നുള്ളത് ഖിയാമത്ത് നാളിൽ ഒന്നാമതായി വിചാരണക്കെടുക്കപ്പെടുന്നത് നമസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരം വിചാരണക്കെടുക്കുകയും എന്നിട്ട് അത് ക്ലിയറാണെങ്കിൽ അവൻ്റെ അതിനുശേഷമുള്ള എല്ലാ കർമ്മങ്ങളും ക്ലിയറായിരിക്കും. കാരണം നമസ്കാരം അവനെ ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ, തോന്നിവാസങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മനുഷ്യനെ നമസ്കാരം ഓൾറെഡി തടഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയാൾ കുറേ ഹറാമുകൾ ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമസ്കാരം 5 വക്ത് സമയത്തും അഥവാ ഒരു ദിവസം 5 നേരം ഒരു നല്ല പുഴയിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഐക്കില്ലാത്ത പോലെ ഓരോ നമസ്കാരത്തിൻ്റെ ഇടയിൽ വരുന്ന പാപങ്ങൾ, പ്രശ്നങ്ങൾ, ചെറുപാപങ്ങളെല്ലാം ആ നമസ്കാരം കൊണ്ട് പൊറുക്കപ്പെടും. അതിനുശേഷം നമ്മൾ വൻപാപങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിലും അല്ലാതെയും നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ഇങ്ങനെ നമസ്കാരം മനുഷ്യനെ എല്ലാ നിലക്കും ഫിൽട്ടർ ചെയ്ത് പരലോകത്തെത്തി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്ന സമയത്ത് അത് ക്ലിയർ ആണെങ്കിൽ അവൻ സ്വർഗത്തിലേക്കാണ്, രക്ഷപ്പെട്ടു. അത് ക്ലിയർ അല്ലെങ്കിൽ പിന്നെയുള്ളത് അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ പരിശോധിക്കപ്പെടും. അവൻ്റെ സുന്നത്തുകൾ പരിശോധിക്കൂ. അത് ക്ലിയർ ആണെങ്കിൽ ഫർദ് നമസ്കാരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മേക്കപ്പ് ചെയ്യാൻ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് സാധിക്കുമെങ്കിൽ അതുകൊണ്ടും രക്ഷപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, അവനും രക്ഷപ്പെടും. ഇല്ലെങ്കിൽ മഹാകഷ്ടമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത്ര ഗൗരവത്തോടു കൂടി ഇസ്ലാം അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിന് വലിയ പ്രതിഫലം, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മുടെ ഉമ്മയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റക്അത്തൻ. ഏതൊരു മുഅ്മിനും അയാൾ ഓരോ ദിവസവും 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചാൽ, റക്അത്തൻ തതവ്വുഅൻ ഗൈറൽ ഫരീള, ഫരീളത്തല്ലാതെ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗത്തിലൊരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. സ്വർഗത്തിലൊരു ഭവനം ആരാണ് പ്രിയമുള്ളവരെ ആഗ്രഹിക്കാത്തത്? റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ ബിൻത് മുസാഹിം ആഗ്രഹിച്ചത് ആ സ്വർഗത്തിലൊരു ഭവനമാണ്. ഫിർഔനിൻ്റെ കൊട്ടാരങ്ങളും അവിടെയുള്ള സുഖാഡംബരങ്ങളും എല്ലാം പടച്ച റബ്ബേ, എനിക്കൊന്നും വേണ്ട, എനിക്ക് സ്വർഗത്തിലൊരു ഭവനം ഉണ്ടായാൽ മതി. അപ്പോൾ വെറും കേവലം ഒരു 12 റക്അത്ത് നിസ്കരിക്കാൻ ഒരു പ്രയാസവുമില്ല നമ്മളൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ഏതൊക്കെയാണ് 12? ഈ പറയപ്പെട്ട 12 റക്അത്ത് ളുഹറിന് മുമ്പ് 4 റക്അത്താണ്, ളുഹറിന് ശേഷം 2 റക്അത്താണ്. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം 2 റക്അത്താണ്, ഇശയ്ക്ക് ശേഷം 2 റക്അത്താണ്, സുബഹിക്ക് മുമ്പ് 2 റക്അത്താണ്. ഇങ്ങനെ 12 റക്അത്ത്. ഇതാണ് ഈ പറയപ്പെട്ട സ്വർഗത്തിൽ ഭവനമുണ്ടെന്ന് പഠിപ്പിച്ചത്. ഇതിന് പുറമെ വേറെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ളുഹറിന് മുമ്പ് 4 റക്അത്ത് എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ളുഹറിന് ശേഷവും 4 റക്അത്തുണ്ട്. അത് ഈ 12-ൽ പെടുന്നില്ല എന്ന് മാത്രം. അസറിന് മുമ്പ് 4 റക്അത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒഴിവാക്കാറില്ല. ഈ ദുനിയാവുള്ള സർവ്വ സൗകര്യങ്ങളെക്കാൾ മെച്ചമുള്ളത്, കനപ്പെട്ടത്, കനം തൂങ്ങുന്നത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അപ്പോൾ ഒരിക്കലും ഇതൊന്നും പാഴാക്കി കളയാനുള്ളതല്ല. ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് മുസ്ലിമിനെയും കാഫിറിനെയും തമ്മിലുള്ള വ്യത്യാസപ്പെടുത്തുന്ന ഇബാദത്ത്. ഈ നിലക്ക് ഒരു ഇബാദത്തുമില്ല. ഒരാൾ ഒരു ഹജ്ജ് ഒഴിവാക്കി എന്ന് വിചാരിക്കുക, അയാൾ വലിയ കുറ്റക്കാരാണ്, മൻപാപം ചെയ്ത ആളാണ്, പക്ഷേ കാഫിറാവുന്ന പ്രശ്നമില്ല. ഹജ്ജിൻ്റെ ഉജൂബിയത്തിന്, ഹജ്ജ് നിർബന്ധമാണ് എന്നുള്ളത് അയാൾ നിഷേധിച്ചാൽ അയാൾ കാഫിറാവും. അതല്ല, ഹജ്ജ് ചെയ്യണമെന്നറിയാം, പക്ഷേ അലംഭാവം കാണിച്ച് ഹജ്ജ് ചെയ്തില്ല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു, ഹജ്ജ് ചെയ്തില്ല, കുറ്റക്കാരനാണ്. പക്ഷേ ദീനിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. പക്ഷേ നിസ്കാരം ഒഴിവാക്കിയാൽ അയാൾ കാഫിറാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ആ നമസ്കാരത്തെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്, അത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട്, അതിന് വരുന്ന പരിക്കുകൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമസ്കാരത്തിന് ശേഷം മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, സുന്നത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നോമ്പിന് മുമ്പ് ഷഅബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു. റമളാൻ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷവ്വാലിലെ
6 നോമ്പ് പഠിപ്പിച്ചു. ഇങ്ങനെ പല ഇബാദത്തുകൾക്കും അതിൻ്റെ മുന്നോടിയായും അതിന് ശേഷവുമായി കൊണ്ടുള്ള ഇബാദത്തുകൾ പഠിപ്പിച്ചു. അതിൽ ഏറ്റവും പഠിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്തുകളും അതേപോലെ തന്നെ അതിന് മുമ്പുള്ള സുന്നത്തുകളും ശേഷമുള്ള സുന്നത്തുകളും നമ്മൾ അറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ. ആരെങ്കിലും എൻ്റെ വലിയനോട്, അള്ളാഹുവിൻ്റെ വലിയ, ആരല്ലാൻ്റെ വലിയ, നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന മുത്തക്കികളായ മുഅ്മിനീങ്ങളായ ആളുകൾ, നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരിൽ ഇഷ്ടക്കാരിൽ പൊരുത്തം കിട്ടുന്ന ആളുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അതാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമസ്കരിക്കാതെ കുളിക്കാതെ ഹറാമ് ചെയ്ത് സ്വർണം ധരിക്കുന്ന, റമദാനിൽ നോമ്പനുഷ്ഠിക്കാതെ നോമ്പനുഷ്ഠിച്ച് വരുന്ന ആളുകൾ നോമ്പ് മുറിപ്പിക്കുന്ന, എന്നിട്ട് അവരിങ്ങനെ നമസ്കരിക്കാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്നു, എന്നിട്ട് അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജാറം മൂടുന്നു, അവിടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആളുകൾ പോകുന്നു. അതാണ് വലിയ ഇസ്ലാം. അതും ഇസ്ലാം ഒരു ബന്ധമില്ല. എന്നാൽ ആരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, പ്രവാചകൻ പഠിപ്പിച്ച പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ. അങ്ങനെയുള്ള ആളുകളോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട്. അള്ളാഹു അവനെ വെറുതെ വിടൂല എന്നർത്ഥം. ഒമാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി അദായി മഫ്തറൽതു അലൈഹി. എൻ്റെ അടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയണം, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ അത്ത ഉഹിബ്ബഹു. എൻ്റെ അടിമ എന്നോട് തതവ്വു ആയിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ ഇഷ്ടപ്പെടും, അങ്ങേയറ്റം ഇഷ്ടപ്പെടും. കാരണം ഫർളുകൾ ഭംഗിയായി ചെയ്യുന്നു, അതിനുശേഷം സുന്നത്തുകൾ കൊണ്ട് അയാൾ ജീവിതം സമ്പന്നമാക്കുന്നു. എല്ലാ സുന്നത്തുകളും എടുക്കുന്നു, നോമ്പിൻ്റെ സുന്നത്തുകൾ എടുക്കുന്നു, അതേപോലെ നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ എടുക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം സുന്നത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ, ഒരു ഉംറ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഉംറകളെല്ലാം, ഫർളായ ഉംറ കഴിഞ്ഞു പിന്നെ ഒരു ഹജ്ജ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹജ്ജുകളെല്ലാം, ഇതൊക്കെ സുന്നത്തായ ഏറ്റവും പ്രതിഫലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഫർള് കഴിഞ്ഞാൽ സുന്നത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഫർളുകൾ അതിനേക്കാളേറെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറയുന്നു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദ അഹബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലദീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കാണൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കേൾക്കൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് സ്പർശിക്കൂ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകൂ. അള്ളാഹിൻ്റെ വല്ലാത്ത സംരക്ഷണമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര വലിയൊരു ഭാഗ്യമാണ് സഹോദരൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ആളുകളായി നമ്മളെ അങ്ങനെ അച്ചിലിട്ട് വാർത്ത് ആ റൂട്ടിൽ തന്നെ നടത്തി മറ്റുള്ള റൂട്ടുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സംരക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ, ആ മരണം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്താണ്. സ്വർഗമാണ് അയാളുടെ ഖബർ. പരലോകം സുന്ദരമാണ്. വിചാരണ കോടതിയിൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ ആശ്വാസമുണ്ട്. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വല ഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തും കൊടുക്കും. വല ഇൻ ഇസ്തഅദ ബി ലഉഈദന്നഹു, അവൻ എന്നോട് ശരണം തേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ പ്രയാസങ്ങൾ അവനെ സംരക്ഷിക്കും. അങ്ങനെ അവൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഫർളുകൾ ഭംഗിയായി ചെയ്ത് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടും അതിൻ്റെ പിന്നോടിയായിക്കൊണ്ടുള്ള സുന്നത്തുകൾ ചെയ്ത് ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.